MC നാസർ കൂടെ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ അയത്തുള്ള അലി ഖാംനയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ടും ഇനി എന്ത് ഇറാൻ തീരുമാനിക്കും, അടുത്തതാരാ ഈ സ്ഥാനത്തേക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് കാണാം. അതിനപ്പുറത്തേക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണം വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും പെട്ടെന്നൊരു ആക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും ഉണ്ടാവില്ല എന്ന് നോക്കിക്കൊണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, സംഗതികൾ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും മറ്റ് പ്രതികരണങ്ങളിലേക്ക് കടക്കുക. എന്നാലും ഇപ്പോൾ പരമോന്നത നേതാവിന്റെ കൊലപാതക വാർത്ത പുറത്തു വന്നതോടുകൂടി ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നു? വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ മേഖലയിലെ രാജ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ രക്തസാക്ഷ്യത്തിന് തന്നെ കാരണമായിട്ടുള്ള ശത്രുക്കൾക്കെതിരെ ഏറ്റവും കനത്ത പ്രതികാരം ചെയ്യാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇറാനിലെ ഓരോ മനുഷ്യനും അതിന് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് അത് ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങളിലേക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഇപ്പം വധിക്കപ്പെട്ടിരിക്കുന്നത്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരമോന്നത ആത്മീയ നേതാവ് കൂടിയാണ് ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിലൂടെ വധിക്കപ്പെട്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ഏറ്റവും കനത്ത പ്രതികാരം ഉണ്ടാകുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്ര ലളിതമായിട്ട് എഴുതി തള്ളാനാവില്ല. കാരണം 40 ദിവസത്തെ ദുഃഖാചരണമാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലം സർക്കാർ സ്ഥാപനങ്ങളും മറ്റും അടച്ചിടാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കൊളുത്തിവെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിത സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് കൂടിയാണ് IRGC ഇപ്പോ പ്രസ്താവനയിലൂടെ ജനങ്ങളോട് മൊത്തം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മുമ്പുള്ളതുപോലെ ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ വന്നുവെങ്കിൽ പോലും ആയത്തുള്ള അലി ഖാംനയോട് വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഹൃദയ ആവേശപരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഇറാൻ ജനത കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാതായി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഇറാനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഒരു പേർഷ്യൻ അഭിമാന പ്രതീകമായിട്ടുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള പ്രഹരം ശത്രുക്കൾക്ക് ഏൽപ്പിക്കണമെന്ന വികാരമായിരിക്കും ഇറാനിലുടനീളം ഇപ്പോൾ അലയടിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള വിയോജിപ്പുകളൊക്കെ മാറ്റിക്കൊണ്ട് നിലവിലുള്ള ഭരണ സംവിധാനത്തോട്, ആത്മീയ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിലവിലുള്ള കടുത്ത പ്രതിസന്ധിയിൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് തന്നെ ഇറാൻ ജനത തയ്യാറാകുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആക്രമണ സംഭവങ്ങൾ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും അർത്ഥത്തുള്ള ഒരു ഒത്തുതീർപ്പിനോ ഒരു കരാറിനോ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ കാര്യങ്ങൾ പൊടുന്നനെ നീങ്ങാനുള്ള ഒരു സാധ്യത വളരെ വളരെ വിരളമായി മാറുകയാണ്. ഈ ഒരു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇറാൻ ജനത, ഇറാൻ സർക്കാർ തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കുറെ കൂടി കടുത്ത രീതിയിലുള്ള ആക്രമണത്തിലേക്ക് തന്നെ ആയിരിക്കും നീങ്ങാനുള്ള ഒരു സാധ്യത. അപ്പൊ അമേരിക്കയും ഇസ്രായേലും അടുത്ത ഒരു ഏതാനും ദിവസങ്ങൾ തന്നെ ഈ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക്, കാരണം ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നാവിക മേഖലയിലുള്ള അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം, അതോടൊപ്പം തന്നെ കരയുദ്ധത്തിലുള്ള അവർക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പാരമ്പര്യം, ഇതിലേക്കൊന്നും ഇപ്പൊ കടന്നിട്ടില്ല. ഇപ്പൊ കേവലം വ്യോമാക്രമണത്തിൽ മാത്രം പരിമിതമാണ്. അവിടെ അമേരിക്കക്കും ഇസ്രായേലിനും വലിയ മേൽക്കോയ്മയുണ്ട്. ഏറ്റവും നൂതനമായിട്ടുള്ള ആയുധങ്ങളും പോർവിമാനങ്ങളും ഉണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഒരു ഇറാൻ ജനതയെ വിലയിരുത്താനോ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിലൂടെ ഇറാൻ ദുർബലപ്പെട്ടു എന്ന ഒരു വിലയിരുത്തലിലോ എത്താൻ ആയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നാവിക മേഖലയിലെ ആക്രമണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കുറെ കൂടി സങ്കീർണമാകുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുക. എന്തായാലും രക്തസാക്ഷിത്വത്തിന് കനത്ത തോതിലുള്ള പ്രതികാരം ചെയ്യുമെന്ന് IRGC ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണത്തിന് സാധ്യത കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള മുൻകരുതലുകൾ, നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിൽസി, ശരി, നാസറാണ് വിവരങ്ങൾ നൽകി.